ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ഈ എക്സസൈസ് തീരാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ആണ്. ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പ്രൊവൈഡ് എ നമ്പർ ഇൻ ദ ബോക്സ് സച്ച് ദാറ്റ്, ഫുൾ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ 2/3 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 10/30 കിട്ടണം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാൻ വലുതായിട്ട്. 2/3 ഇൻറ്റു ആ ബോക്സ് ആണിത് എന്ന് പറഞ്ഞാൽ ആ ബോക്സിൽ എന്തോ എഴുതിയാൽ എന്നാ കൊടുത്താൽ നിങ്ങൾക്ക് 10/30 ആൻസർ കിട്ടും. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ബോക്സിൽ എഴുതിയത് സിംപ്ലസ്റ്റ് ഫോം. നമ്മൾ അതിന്റെ ചെറുതാക്കി HCF കണ്ട അതിനെ ചെറുതാക്കി എഴുതണമെന്ന്. ഇത് കണ്ട നിങ്ങൾ സിമ്പിൾ ആയിട്ട് നോക്കിയേ. 2/3 ഉണ്ട്. ഇവിടെ എത്ര ഇവിടെ വരുന്നപ്പോൾ എന്തായിരിക്കണം? ഫ്രാക്ഷൻ തന്നെ വേണം വരാൻ. അതായത് ആൻസർ ഫ്രാക്ഷൻ അല്ലേ. നമ്മൾ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇവിടെ അല്ലാതെ വേറെ നമ്പേഴ്സ് ഒന്നും വരത്തില്ല, ഫ്രാക്ഷൻ മാത്രമേ വരത്തുള്ളൂ. ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുമെന്ന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ന്യൂമറായിട്ട് നമ്മൾ എങ്ങനെ ഇവിടുത്തെ ആൻസർ എപ്പോഴും കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഇപ്പൊ 1/2 ഇൻറ്റു 3/2 മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയല്ലേ മക്കൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ എന്ത് തന്നെ ചെയ്താൽ മതി. ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കിയാൽ പോരെ. നോക്കിയേ, 2വിനെ അപ്പൊ ഇവിടെ കിട്ടുന്നത് നമുക്കൊരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ 2വിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 2വിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 10 കിട്ടുന്നത്? 5 ഇൻറ്റു 2. അപ്പൊ ന്യൂമറേറ്ററിൽ 5 വരും. ഇനി 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 30 വരുന്നത്? 10 ഇൻറ്റു 3 ആണ് 30. അതുകൊണ്ട് ആൻസർ കിട്ടി. ഇനി നിങ്ങൾക്ക് അത് അറിയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വലിയ സംഖ്യ തന്നെങ്കിൽ എന്നാ ചെയ്താൽ അറിയാവോ? ഇത് കിട്ടണമെങ്കിൽ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടും. 10/2 5, 30/3 അല്ലേ? 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 30/3 എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ ആൻസർ ഇവിടെ കിട്ടും. അത് നമ്മളന്ന് ഈ ചാപ്റ്ററിന്റെ ഇടയ്ക്ക് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സ്റ്റേറ്റ്മെന്റും മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റും ഒക്കെ എഴുതുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും ഒത്തിരി നോക്കണ്ട, അല്ലെങ്കിൽ ഒന്നും പോകണ്ട. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയാം. 2 ഇൻറ്റു 5 ആണ് 10 എന്നും 3 ഇൻറ്റു 10 ആണ് 30 എന്നും. അഥവാ മറന്നു പോയെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 30യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. ഓക്കെ, അത്ര കാണാൻ മാത്രമല്ല പറഞ്ഞേക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ കിട്ടിയ ആൻസർ, ബോക്സിൽ കിട്ടിയ ആൻസർ എത്രയാണ്? 5/10. അതിന്റെ സിംപ്ലസ്റ്റ് ഫോം. സിംപ്ലസ്റ്റ് ഫോം നമുക്ക് ഈസി ആയിട്ട് ഞാൻ പറയട്ടെ. ഇത് രണ്ടും 5ന്റെ മൾട്ടിപ്പിൾസ്, അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അത്ര വരും. 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 2 ആൻസർ 1/2 എന്ന് കിട്ടും. ഇനി ഇച്ചിരും കൂടെ നിങ്ങൾ ഫോർമുല ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരൂടെ നമുക്ക് ഇച്ചിരൂടെ ജാടായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പോവാ. 5നെയും 10നെയും അങ്ങോട്ട് എടുക്കാൻ പോവാ. അവരുടെ HCF കാണാൻ പോവാം. 5ഉം 10 രണ്ടുപേരും വേണമല്ലോ. 5ഉം 10ഉം, അതായത് അവരെ കോമൺ ആയിട്ട് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനെ രണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നോക്കിയേ, 5 കൊണ്ട് ഇതിനെ 5 കൊണ്ട് പറ്റും. 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 2. നമുക്ക് വേണ്ടത് HCF ആണ്, LCM അല്ല. LCM ഒക്കെ എപ്പോഴാണ് എഴുതുന്നത്? ഡിനോമിനേറ്റർ സെയിം ആക്കാനാണ്. ഇതൊന്നുമല്ല, നമുക്ക് സിംപ്ലസ്റ്റ് ഫോം. അത് എപ്പോഴും ഓർത്തിരിക്കുക. സിംപ്ലസ്റ്റ് ഫോം കാണാനാണ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടത് HCFഉം ഡിനോമിനേറ്റർ സെയിം ആക്കി. അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. നമ്മൾ ലാർജർ ഗ്രേറ്റർ ഏതാന്നൊക്കെ നോക്കിയില്ല. രണ്ടുകൂടെ കമ്പയർ ചെയ്യാൻ വരുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം മക്കളെ. ആ കേസിലാണ് നമ്മൾ LCM എടുക്കുന്നത്. മാറിപ്പോകരുത് കേട്ടോ. അപ്പം ലോവസ്റ്റ് ഫോം ആക്കാൻ നമുക്ക് എന്ത് മതി? HCF. അതായത് രണ്ടിനെ കോമൺ ആയിട്ട് പറ്റുന്ന ഒരെണ്ണം മാത്രമേ കാണൂ. ഒന്നോ രണ്ടോ. ഓക്കെ, ഇതിപ്പോ ഇവിടെ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ, 5. ആ 5 കൊണ്ട് മേളിലും താഴെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 5/5 1, 10/5 സിമ്പിൾ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ബിയുടെ രണ്ടും കണ്ടു നോക്കാം. ബിയുടെ ചെയ്യുന്നത് 3/5 ഇൻറ്റു ഒരു ഡാഷ് ഉണ്ട് ഇവിടെ ബോക്സ് 24/75. അപ്പൊ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വലിയ സംഖ്യയാണ്, 75 വരെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നോക്കാം. 3 എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ? 24 8 ഇൻറ്റു 3 ആണ് 24. ഓക്കെ, ഇവിടെ 5നെ എത്ര ഉണ്ട്? 5ന് 10 ഇൻറ്റു 5 50 വരെ അറിയത്തുള്ളൂ. ഓക്കെ, നമുക്കറിയാം ചെയ്യാൻ എങ്ങനെയാന്ന്. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി പോരെ. 5 ഓറഞ്ച് 5 25 അതാ കിട്ടിയല്ലോ 15. ഇവിടെ നോക്കിയേ 24നെ അത് അറിയത്തില്ലെങ്കിൽ അതറിയത്തില്ല. നിങ്ങൾ പറയുന്നത് 3യുടെ ടേബിൾ 24 ഉണ്ട്, നിങ്ങൾക്ക് അറിയാം.
നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ നല്ല അടി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ 24 3 ഓക്കെ. അപ്പൊ കിട്ടിയില്ലേ? 5/18 കിട്ടി. ഇനി ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം, സോറി 8/15 സിംപ്ലസ്റ്റ് ഫോം ഉണ്ടോ? സിംപ്ലസ്റ്റ് ഫോം ഉണ്ടോ? 18നും 15നും കോമൺ ആയിട്ട് എന്തെങ്കിലും ഫാക്ടേഴ്സ് വരുന്നുണ്ടോ? അതായത് ഏതെങ്കിലും ടേബിളിലുണ്ടോ? 8ന്റെ ടേബിളുണ്ട്, 2ന്റെ ടേബിളുണ്ട്, 4ന്റെ ടേബിളുണ്ട്. 15 ആണെങ്കിൽ ആകെ 3യുടെ ടേബിളിലുണ്ട്, 5ന്റെ ടേബിളിലേ ഉള്ളൂ. അപ്പം ഇത് പറ്റില്ല. ഇതിന് സിംപ്ലസ്റ്റ് ഫോം ഉണ്ടോ മക്കളെ? ഇല്ല. അപ്പം സിംപ്ലസ്റ്റ് ഫോം ഇല്ല. കാരണം ഇതിന് കോമൺ ആയിട്ട് ഇതിന് HCF ഇല്ല. അതുകൊണ്ട് മനസ്സിലായില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. എപ്പോഴും സിംപ്ലസ്റ്റ് ഫോം കാണാൻ ചോദിക്കുവാണെങ്കിൽ HCF ആണ് കാണേണ്ടത്. HCF എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ, അതാണ് HCF. നമ്മൾ ഗ്രേറ്റർ കമ്പയറിംഗ് ഒക്കെ വരുമ്പോൾ ഗ്രേറ്ററും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ LCM എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോഴാണ് നമ്മൾ LCM കാണുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. സിമ്പിളായിട്ടുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആൻസറിനെ ഈ കിടക്കുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സംഖ്യ കിട്ടും. ഇനി ഇവിടെയാണ് കാണണ്ടെങ്കിലോ, ഇപ്പൊ തിരിച്ചാണ് ചോദിച്ചത്, ഇത് തന്നിട്ടുണ്ട്, ഇത് കാണാനാണ് ചോദിച്ചെങ്കിൽ 24നെ 8 ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. 3 24 ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. തിരിച്ചും ചെയ്യാം അങ്ങനെ. ഓക്കെ മക്കളെ, മനസ്സിലായ? എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. നിങ്ങൾ മൊത്തം ചിരി എനിക്ക് കാണാൻ പറ്റും. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. ഞാൻ ICSE സിലബസ് ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങാൻ പോവാണ്. ഇച്ചിരി തിരക്കായിരുന്നു, അത് കാരണം വീഡിയോസ് കുറവായിരുന്നു. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമല്ലോ അല്ലേ? ഓക്കെ മക്കളെ, താങ്ക് യു.